4 പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ട പീച്ചി ഡാമിൻ്റെ റിസർവോയിൻ്റെ അടുത്താണ് ഉള്ളത്. ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് 3:30 കുട്ടികൾ വന്നത്. നിമയുടെ വീട്ടിൽ പെരുന്നാളായിരുന്നു, പള്ളിപ്പെരുന്നാളനുബന്ധിച്ചാണ് അവർ ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം ഇവിടെ നിൽക്കുകയും അവർ താഴോട്ട് ഇറങ്ങി നിന്ന് അവിടെ നിന്ന് സെൽഫി എടുക്കുകയും ചെയ്തു എന്നാണ് നിഗമനം. 4 പേരിൽ 2 പേർ വെള്ളത്തിലേക്ക് പോയതിനെ തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി കൂടി ചാടി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും ആ കുട്ടികളുടെ ചെരുപ്പ് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത്. ഇവിടേക്ക് ആ കുട്ടികൾ ഇതിനു മുൻപ് പലതവണ വന്നിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്രയും വലിയൊരു അപകടം അവർക്കറിയാമെങ്കിലും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും പരിസരവാസിയായ ഒരാൾ നമ്മളുടെ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയായിരിക്കാം ഈ സംഭവം ഉണ്ടായത്? എവിടെയായിരുന്നു അപകടമുണ്ടായത്? പിന്നീട് ആ കുട്ടികളെയൊക്കെ എവിടെ നിന്നാണ് കണ്ടെടുത്തത്? ഈ പരിസരത്താണ് കിടന്നിട്ടുണ്ട്, ഈ കല്ലിൽ ഏരിയയിൽ. പിന്നെ അവിടെ നിന്ന് നേരെ ഇല, ഞാൻ കല്ലെറിഞ്ഞ ഫസ്റ്റ് ഉണ്ടല്ലോ, ആ ഇല കിടക്കണം, ഏരിയ 2ാമത്തെ ഇല. അവിടെ ലാസ്റ്റ് പെൺകുട്ടിയെ കിട്ടിയുള്ളത്. ഏകദേശം ഇവിടുന്ന് ഒരു 10 മീറ്റർ മാറിയാണ് അവസാനത്തെ പെൺകുട്ടിയെ കിട്ടിയതല്ലേ? ഓക്കെ, എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? മറ്റേ സെൽഫി എടുക്കാൻ ഇറങ്ങിയിട്ടുള്ളതാണ്. സെൽഫി അത് ഇറങ്ങിയിട്ടില്ല. അവരപ്പോൾ ഈ നിരപ്പ് കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി നിന്നു. അവിടെ ഒരു പെൺകുട്ടിയുടെ കാല് സ്ലിപ്പ് ചെയ്തിട്ടുണ്ടാവണം. ആ സ്ലിപ്പിൽ മറ്റേ ഇങ്ങനെ കൈ കോർത്തെന്നുള്ളപ്പോൾ അങ്ങനെ വിട്ടുപോയപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയിട്ടുള്ളതാണ്. എങ്ങനെയാണ് നാട്ടുകാർ വിവരം അറിയുകയും ആൾക്കാർ രക്ഷാപ്രവർത്തനം എത്തുകയും ചെയ്തത്? ഈ ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ മറ്റേ ഒരു കല്ലിൽ കണ്ട് ചവിട്ടി കിട്ടി. ഈ ചവിട്ടി കിട്ടി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ആദ്യം കര കയറി വന്നു. അപ്പോൾ ആ കുട്ടിയുടെ അനിയത്തിന് കൈ കുടിച്ചിട്ട് വന്നു. പിന്നെ ഒരു കുട്ടി അപ്പോൾ തന്നെ ഫോൺ ചെയ്തിട്ട് പപ്പയ്ക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ മമ്മി ഇവിടെ എത്തി. മമ്മി പിന്നെ ഇവിടെ വിളിച്ച് പറഞ്ഞപ്പോൾ ഓരോ അയൽവാസികൾ ഇവിടെ എത്തിക്കുന്നത്. അയൽവാസി എത്തിയതിന് ശേഷം ഓരോരുത്തർ വെള്ളത്തിലിറങ്ങി. രക്ഷപ്പെടുത്താൻ ഒരുപാട് സമയം താമസിച്ചോ? ഒരു 20 മിനിറ്റ്. ഇവിടെ ഏകദേശം എത്ര ആഴമുണ്ടാവും? ഇപ്പോൾ അവിടെ ഒരു 3 ആൾക്ക് വെള്ളത്തിൽ ലാസ്റ്റ് കുട്ടീനെ കിട്ടിയത്. അവിടെ അത് കൂടുതൽ ഇറങ്ങിക്കൊണ്ട് പോകുമ്പോൾ കൂടുതലാണ്. ചേട്ടാ, ഇപ്പം കുട്ടികളെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ നീന്തൽ പഠിപ്പിക്കണം എന്നൊരു ആശയം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. എങ്ങനെയാണ് അത്? ഞാൻ പറയണമെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ 1ാം ക്ലാസ് ചേർത്ത് കഴിയുമ്പോൾ അതൊരു 6-7 വയസ്സ് മുതൽ, അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ, അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതൽ ഈ വിദ്യാർത്ഥികളെ നീന്തൽ ഒരു കോച്ചിങ് കൊടുക്കാൻ ഒരു ഇതുകൊണ്ട് ഉണ്ടായിരിക്കണം. എന്നാൽ ഇതേപോലുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല. ശരിക്കും ഇവിടേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ആൾക്കാർ വരാതിരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളില്ല. ഇവിടെ ആൾക്കാർ വരുന്നതിനോ വിനോദസഞ്ചാരികൾക്കോ യാതൊരുവിധ നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് പരിസരവാസി പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ശരിക്കും നിയന്ത്രണം ഏർപ്പെടുത്തുകയും അതുപോലെ ഗാർഡുകളെ ഇവിടെ നിർത്തുകയും വേണം എന്നുള്ള നിയമങ്ങൾക്കൊക്കെ തന്നെ നിലനിൽക്കുന്ന സമയത്താണ് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റൊന്നും ഈ സ്ഥലത്ത് ഇല്ലാതിരിക്കുന്നത്. ശരിക്കും ഈ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതും ഈ അപകടത്തിന് ഒരു കാരണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. തീർച്ചയായും ഇപ്പോൾ 2 കുട്ടികളുടെ സ്ഥിതി വളരെ അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഉച്ചയോടുകൂടി തന്നെ മറ്റൊരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമെന്ന് മന്ത്രി രാജൻ രാവിലെ വ്യക്തമാക്കിയിരുന്നു. ഇതുപോലെ വിനോദസഞ്ചാരികളും കുട്ടികളും ഒക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മധ്യവേനൽ അവധിക്കാലമാണ്. ഈ അവധിക്കാലത്ത് പലപ്പോഴും ജലാശയങ്ങളിലെല്ലാം തന്നെ കുട്ടികൾ വരികയും വിനോദസഞ്ചാരത്തിനായിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നതാണ്. മാതാപിതാക്കളും നാട്ടുകാരും കുട്ടികളും എല്ലാം അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് ഇനിയും വരാൻ പോകുന്ന മധ്യവേനൽ അവധിക്കാലം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെയും കുട്ടികളെയും എല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ നിരീക്ഷിക്കണം എന്ന ഒരു സൂചന കൂടി ഈ അപകടം നമ്മളുടെ വെളിവാക്കുന്നുണ്ട്. തീർച്ചയായും ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിന് വരുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധ ഇല്ലാതിരുന്നതാണ് ഈ അപകടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. പീച്ചി റിസർവോയിൽ നിന്നും ഇമ്മാനുവേലിനൊപ്പം റോജി ലവനാങ്കുഴി, ഷെക്കേന ന്യൂസ്, തൃശ്ശൂർ.